1.25 ലക്ഷത്തിലേറെ വരുന്ന സൈന്യം നേരിട്ട് നടത്തിയ ഹജ്ജ് കാലമായിരുന്നു ഇത്തവണത്തേത്. ഇങ്ങനെയൊരു ഹജ്ജ് മുമ്പ് മക്കയിലുള്ളവർ കണ്ടിട്ടില്ല. ഈ ഹജ്ജിന്റെ കഥയിലൂടെയാണ് ആദ്യം. സാധാരണ ഒരുക്കം പോലെയല്ലായിരുന്നു ഇത്തവണ ഹജ്ജിനുള്ള ഒരുക്കം. സൗദി കിരീടാവകാശി നേരിട്ട് ചുക്കാൻ പിടിച്ച ഹജ്ജ് കാലം. തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ സൈനിക വിഭാഗങ്ങളുടെയും ചീഫ് കമാൻഡറും പ്രധാനമന്ത്രിയും കൂടിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നേരിട്ട് നിരീക്ഷിച്ച ഹജ്ജ്. ആദ്യം മക്കയിലേക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ചു. വെറും നിയന്ത്രണമല്ല, എല്ലാ തവണയും പറയുന്നത് പോലെയുമല്ല, അനധികൃതമായി മക്കയിലെത്തുന്നവരെ തടയുമെന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ ഹജ്ജ് കാലം. തീർത്ഥാടകർക്ക് മാത്രമായി മക്ക വിട്ടുകൊടുത്ത ഹജ്ജ്. അതിന്റെ നേട്ടം അനുഭവിച്ചാണ് ഈ ഹജ്ജ് കാലം അവസാനിക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ മരണങ്ങളില്ല, സൂര്യാതപമേറ്റ് ആശുപത്രികൾ നിറയുന്ന സാഹചര്യവുമില്ല, വഴിതെറ്റി ഹാജിമാർ അലയുന്ന ചിത്രങ്ങളില്ല. ഒന്നേകാൽ ലക്ഷത്തിലേറെ സൈനിക സുരക്ഷാ വിഭാഗം ഒന്നിച്ചിറങ്ങിയപ്പോൾ മക്ക വിജനമായി. അള്ളാഹുവിന്റെ അതിഥികൾ അവനിലേക്കുള്ള വഴികളിലൂടെ നീങ്ങി. ഞങ്ങൾ എല്ലാ വർഷവും രാവിലെയും വൈകിട്ടും ഇവിടെ റോഡൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഈ ഒരു റോഡിൽ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിട്ടില്ല. അത്രയും നല്ല രീതിയിലാണ് ഹാജിമാർ മീനയിലേക്ക് എത്തിയതും മീനയിൽ നിന്ന് അറഫയിലേക്ക് എത്തിയതും. ഇവിടുത്തെ നിയമപാലകന്മാർ വളരെയധികം നിയന്ത്രണം ഹാജിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഹാജിമാർ, അതായത് അനധികൃതമായിട്ടുള്ള ഹാജിമാർ ഇല്ലാത്തതിൻ്റെ പേരിൽ യഥാർത്ഥ ഹാജികൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള വളരെ സൗകര്യപ്രദമായ രീതിയാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ പ്രധാന ഹൈലൈറ്റ് നുസൂക്ക് കാർഡായിരുന്നു. സാധാരണ ഓരോ ഹാജിക്കും പല കാർഡുണ്ടാകും. ഹജ്ജ് മിഷന്റെ കാർഡ്, മുത്തവിഫിന്റെ കാർഡ്, താമസ സ്ഥലത്തെ കാർഡ് എന്നിങ്ങനെ. ഇതൊന്നും സൗദിയുടെ പല ഭാഗത്തു നിന്നും മക്കയിലേക്ക് ഹജ്ജ് സമയത്ത് ഒഴുകിയെത്തുന്ന സുരക്ഷാ വിഭാഗക്കാർക്ക് മനസ്സിലാകില്ല. കാരണം ഓരോ രാജ്യത്തിനനുസരിച്ചും കാർഡുകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത്തവണ നുസൂക്ക് കാർഡ് അത് കൃത്യമാക്കിയതോടെ ഹജ്ജിന്റെ ചിത്രം തന്നെ മാറി. കാലാവസ്ഥയുടെയും പിന്നെ മറ്റുള്ള എല്ലാ നിലക്കും ഉള്ള നിയന്ത്രണം അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തവാഫിൻ്റെ കയറോപ്പിൽ തന്നെ അവർ കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും അതേപോലെ തന്നെ അവർക്ക് പുറത്ത് കടക്കാതെ തന്നെ അവർ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കല്ലെറിയാൻ പോകാനും അതേപോലെ തന്നെ ഇപ്പോൾ അറഫയെന്ന് വരാനും ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ പ്രത്യേകമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തവണ ഒരു നുസ്ക് വളരെ അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഏതൊരു സാധാരണഗതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഹാജിയും വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭാഷാപരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം അവരുടെ നുസ്ക് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ ടെൻറ്റുകളും അറഫയിലാണെങ്കിലും മീനയിലാണെങ്കിലും അവർ താമസിക്കുന്ന അസീസിയയിലാണെങ്കിലും ഇതെല്ലാനും അതിൽ നിന്ന് ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് തന്നെ അവരെ സ്ഥലത്ത് എത്തിക്കാനും അവർക്ക് കൃത്യമായിട്ട് ദിശ നിർണ്ണയിച്ചു കൊടുക്കാനും ഇവിടുത്തെ ഗവൺമെൻറ് വളരെയധികം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നുസൂക്ക് കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആ ഹാജിയുടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കും, തമ്പിലേക്കും ഫ്ലാറ്റിലേക്കുമുള്ള ലൊക്കേഷൻ ഉൾപ്പെടെ. ഇതോടെ പണ്ട് മലയാളി സന്നദ്ധ പ്രവർത്തകരെ ആശ്രയിക്കേണ്ടിയിരുന്ന ഹാജിമാർക്ക് വഴി കാണിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. സേവനത്തിനിറങ്ങിയ ഉദ്യോഗസ്ഥർ റാങ്കും ശ്രേണിയും നോക്കാതെ അവരെ സഹായിച്ചതോടെ ഹജ്ജ് മനോഹരമായി. എല്ലാ വർഷവും ഹാജിമാർക്കുണ്ടാകുന്ന വെല്ലുവിളി രണ്ടിടങ്ങളിലാണ്. ഒന്ന് അറഫയിൽ. അവിടുത്തെ കഥ പറയാം. ഇക്കാണും വിധമാണ് ബസ്സിലും മെട്രോയിലും ഹാജിമാരെ കൃത്യമായി അറഫയിൽ എത്തിച്ചത്. അനധികൃത ഹാജിമാരില്ലാത്തതിനാൽ വഴികൾ വിജനമായി. കൃത്യസമയത്ത് എല്ലാവരും അറഫയിലെത്തി. അറഫയിലെത്തുന്ന ഹാജിമാർ സാധാരണ നിർദ്ദേശം ലംഘിച്ച് പുറത്തിറങ്ങും. ജബലുർ റഹ്മ കുന്നിൽ കയറാനോ നെമിറ പള്ളിയിൽ എത്താനോ ആണ് ഈ നീക്കം.
പക്ഷേ 3 ലക്ഷത്തിലേറെ പേർ നിറയുന്ന നെമിറ പള്ളിയിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ വഴി തെറ്റും. ഇത്തവണ അത് തടഞ്ഞു. പള്ളി നിറഞ്ഞതോടെ നേരത്തെ ഇവിടേക്കുള്ള വഴി അടച്ചു. ജബലുർ റഹ്മയിലേക്കും പ്രവേശനം ഒരു വഴി മാത്രമാക്കി. ഓരോ തമ്പിന് മുന്നിലും പോലീസ് കാവൽ നിന്നു. തമ്പിൽ നിന്നും പുറത്തിറങ്ങിപ്പോകുന്നവർക്ക് തിരിച്ചു കയറാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതോടെ ഹാജിമാർ തമ്പുകളിൽ തങ്ങി. ഹാജിമാർ തങ്ങുന്ന പ്രദേശം ജബലുർ റഹ്മക്ക് താഴെയാണെങ്കിലും പലരും അത് കേൾക്കാതെ പോകാറാണ് പതിവ്. അങ്ങനെയാണ് വഴി തെറ്റാറുള്ളതും. പ്രാവശ്യം വളരെയധികം നല്ല സജ്ജീകരണങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ നുസ്ക് കാർഡിലൂടെയും മറ്റുമായിട്ട് എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസുകളും വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇനി ആരെങ്കിലും മിസ്സായി പോയാൽ തന്നെ അവരെ എല്ലാം കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളൊക്കെ, കാരണം ഈ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് പല അനുഭവങ്ങളുണ്ടായി, പലരെയും മിസ്സാവലും ഒക്കെ ഉണ്ടായെങ്കിലും അവരൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും മറ്റൊക്കെ ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ, നവീകരിച്ചിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉപകാരത്തിലായിട്ടുണ്ട്. വിശ്വാസികൾക്ക് കൂടുതൽ അവരുടെ കർമ്മങ്ങളിലേക്ക് കൂടുതൽ സമയം കിട്ടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം കുറേ ചിലവഴിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് സമയമില്ലാത്ത അവസ്ഥകൾ വരും. അതേ സ്ഥാനത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ള ഈ കൂടുതൽ നല്ല സജ്ജീകരണങ്ങൾ പ്രാർത്ഥനാനിർഭരമായ സമയങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അറഫ ദിനത്തിൽ ആർക്കും വെയിലേൽക്കാത്ത തരത്തിലായിരുന്നു ക്രമീകരണം. കഴിഞ്ഞ വർഷം 1000-ഓളം പേർ മരണപ്പെടുകയും 3000-ലേറെ പേർക്ക് സൂര്യാതപവും ഉണ്ടായിരുന്നു. സൗദി ആരോഗ്യ മന്ത്രാലയം ഈ കണക്ക് പുറത്തുവിട്ടതാണ്. നിയന്ത്രണം കർശനമാക്കിയതോടെ ഇത്തവണ അത് 90% കുറഞ്ഞു. നല്ല സൗകര്യം ഇവിടെ ഉണ്ട്. കാരണം മുമ്പത്തെ അപേക്ഷിച്ചിട്ട് കാരണം വളരെ ആൾക്കാർ മരിച്ച സമയമുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു ഭാഗത്ത് ശരിക്കും പോകാനും വേറൊരു ഭാഗത്ത് കൂടി തിരിച്ചു വരാനുള്ള സൗകര്യമാക്കിയിട്ടുണ്ട്. കാരണം അവരെ ഈ നുസുക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പിന്നെ പരക്കെ ആൾക്കാർ കയറി വരാൻ കഴിയില്ല. ഒരാൾക്കും ഓരോ ഭാഗത്തായിട്ട് അവർ ശരിക്കും ചെക്ക് ചെയ്തിട്ട് തന്നെ കയറണം. നല്ല ഇതായിട്ടുണ്ട്. വളരെ സൗകര്യം തന്നെയാണ്. അറഫയിലെ പല വഴികളിലും കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. മുസ്തലിഫയിലും സമാനമായിരുന്നു സംവിധാനം. മിനയിലേക്കുള്ള വഴികളിലുടനീളം റോഡുകൾ ചൂടാകാതിരിക്കാനുള്ള സംവിധാനവും പരമാവധി ഇത്തവണ നന്നാക്കിയെടുത്തു. ആരോഗ്യ സംവിധാനവും ഇത്തവണ വിപുലമായിരുന്നു. 900 ആംബുലൻസുകൾ, എമർജൻസി ഇവാക്വേഷന് 13 എയർ ആംബുലൻസുകൾ, 10,000-ലേറെ ആരോഗ്യ പ്രവർത്തകർ. മിനയിലും അറഫയിലും പുതിയ മെഡിക്കൽ സംവിധാനങ്ങൾ. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ കൂടി മിനയിലും അറഫയിലും ആശുപത്രി മേഖലയിൽ പ്രവേശിപ്പിച്ചതോടെ കൂടുതൽ സൗകര്യങ്ങളായി. സൈന്യം വഴിനീളയും ഹറമിലേക്ക് നിരന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. യുദ്ധസമാന സാഹചര്യം പോലെ വഴികൾ നിയന്ത്രിച്ചു. മലയാളികളിൽ പോലും ഏതാനും പേർക്ക് വഴി തെറ്റിയതൊഴിച്ചാൽ എല്ലാവർക്കും കർമ്മങ്ങൾ വളരെ മനോഹരമായി പൂർത്തിയാക്കാനായി. സാധാരണ എല്ലാത്തരം വിസക്കാരും മക്കയിലുണ്ടാകും. വിസിറ്റ് വിസക്കാർ ഉൾപ്പെടെ അവരിൽ പലരും അനുമതിയില്ലാതെ പല മാർഗത്തിലൂടെ ഹജ്ജിനെത്തും. ഇതോടെ മിനായിൽ ഹാജിമാരെത്തിയാൽ നിറഞ്ഞു കവിയും, വഴി തെറ്റും. ഇത്തവണയും പല രൂപത്തിൽ മക്കയിലേക്ക് കടക്കാൻ ശ്രമങ്ങളുണ്ടായിരുന്നു. അത് ഇക്കാണും വിധത്തിലെല്ലാം തടഞ്ഞു. അനധികൃത ഹാജിമാർ നിറയുമ്പോൾ ആരെങ്കിലും മിനായിൽ വീണുപോയാൽ ശ്രദ്ധിക്കാൻ പോലും സാധിക്കില്ല. ഇത്തവണ കഥ മാറി. മിനായിൽ പോലും ഹജ്ജ് പരിശോധന കർശനമാക്കിയതോടെ അനധികൃതരില്ല. വഴി ഹാജിമാർക്കു വേണ്ടി കാലിയായി കിടന്നു. തീർത്ഥാടകരെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും ഇതോടെ ഉദ്യോഗസ്ഥർക്കായി. ഫലത്തിൽ ഈ വർഷത്തെ ഹജ്ജ് സമീപകാലത്ത് നടന്ന ഹജ്ജുകളിൽ ഏറ്റവും മനോഹരമായ ഒന്നായി മാറി. സൗദി കിരീടാവകാശിയുടെ മേൽനോട്ടത്തിൽ ഓരോ മന്ത്രിമാരും ഹജ്ജ് കേന്ദ്രങ്ങളിൽ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ഓപ്പറേഷൻ നടത്തിയത്. സാധാരണ മലയാളി സന്നദ്ധ സംഘടനകൾ വ്യാപകമായി രംഗത്തിറങ്ങാറുണ്ട്. വഴിതെറ്റുന്നവരെ സഹായിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ഇത്.
ഇത്തവണ അതൊന്നും ഇല്ലാതെ ഹജ്ജ് നടത്താൻ ഭരണകൂടത്തിന് സാധിച്ചു. മാത്രവുമല്ല, ഹജ്ജ് സമയത്ത് 10,000-ലേറെ സേവന സംഘങ്ങളും രംഗത്ത് വരാറുണ്ട്. ഇവർക്കൊന്നും അറഫക്ക് മുന്നേ പെർമിറ്റ് നൽകിയില്ല. ഇതോടെ അടുത്ത വർഷങ്ങളിൽ ഹജ്ജ് എങ്ങനെ മാറുമെന്ന സൂചനയുണ്ട്. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് നടത്താൻ കഴിയുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ ഹജ്ജ് കാലം. മിനായിലെയും മുസ്തലിഫയിലെയും അറഫയിലെയും തമ്പുകളുടെ സൗകര്യങ്ങൾ തന്നെ മാറി. വരുന്ന 2 വർഷങ്ങൾക്കകം കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കിദാന കമ്പനിക്ക് കീഴിൽ പൂർത്തിയാക്കും. ഒന്നുറപ്പാണ്, ഇനി ഹജ്ജിനെത്തുന്നവർ ഒരു വഴിയിലും കുടുങ്ങില്ല. ഇത് സൗദി നേരിട്ട് തന്നെ സമ്പൂർണ്ണമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ആരുമില്ലെങ്കിലും അവരൊറ്റയ്ക്ക് തന്നെ വിജയകരമായത് പൂർത്തിയാക്കും. അതിൻ്റെ കൂടി തെളിവാണ് ഇത്തവണത്തെ ഹജ്ജ്.